ഞാനിപ്പോൾ കെട്ടിയൊരുങ്ങി നിൽക്കുന്നത് UK ചൈന ടൗൺ കാണാൻ പോവാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ലണ്ടൻ വിക്ടോറിയയിലേക്കാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ അവർ പകുതിക്ക് വെച്ചിട്ട് കയറും. ലേറ്റായി, ഇപ്പോൾ 10:47 ട്രെയിൻ. ഇതാണ് ഇവിടുത്തെ വെയിലിൻ്റെ അവസ്ഥ. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ പുള്ളി പോവും, അതുപോലത്തെ വെയിലാണ്. പിന്നെ ഇവിടെ സ്റ്റേഷനിലേക്ക് ഒരു 5 മിനിറ്റുള്ള നടക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ലണ്ടൻ വിക്ടോറിയയിലെത്തി നടന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ടൊന്നില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. കാണുമ്പോ നിങ്ങൾ വിചാരിക്കുമ്പോ മലയാണ്, പക്ഷെ ഒരു ബിൽഡിംഗ് എന്താല്ലേ. പിന്നെ ഞങ്ങൾ ഇതിലെ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ഇതൊരു പാലസ് ഉണ്ട്. ഇവിടെ എന്ത് സംഭവം നടക്കണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ കുറേ പേരിങ്ങനെ കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഒരു സാധനം, അതെന്നിട്ട് സാധനം എന്ന് എനിക്ക് തിരിച്ചും മനസ്സ് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ, ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. എന്താ സംഭവം ഞാൻ ചോദിക്കാൻ പോയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി ആയിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. അത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അവരിങ്ങനെ നടക്കണം കാണാൻ, പരേഡൊക്കെ കാണാനായിട്ട്. യെസ്, അവസാനം ലണ്ടനിലെ തെരുവുകൾ ഞങ്ങൾ തിരിഞ്ഞ് ഫസ്റ്റ് ടാക്സി വിളിച്ചു. ആൻഡ് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലണ്ടനിലെ ചൈന ടൗൺ. ഇത് ലണ്ടൻ വിക്ടോറിയ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഊബറിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് വരുള്ളൂ കേട്ടോ. ഊബറിലാണെങ്കിൽ നടന്നു പോകാനാണെങ്കിൽ കുറച്ച് വഴിയുണ്ട്. ഞങ്ങൾ നടക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒടുക്കത്തെ വെയിലായതുകൊണ്ട് ഞങ്ങൾ ടാക്സി വിളിച്ചു കേട്ടോ. ഇവിടെ എന്തോ സൈൻ ചെയ്ത് കൊടുത്തപ്പോ അവര് കീച്ചേരൊക്കെ തന്നു. എന്തോ സംഭവം അറിയില്ല, എന്തോ പെറ്റീഷൻ ഒക്കെ കണ്ടു. അതെന്താന്ന് വെച്ചാൽ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് അവരെ ഓർഗൻസ് സെല് ചെയ്യണതിനെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കണതിന്റെ സൈൻ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ഫുള്ള് അവരുടെ മറ്റേ റെഡ് സംഭവങ്ങളില്ലേ അതൊക്കെ വെച്ചിട്ട് ഫുള്ള് ഡെക്കോർ ചെയ്തേക്ക് ആ വഴി മുഴുവനായിട്ടും. പിന്നെ എൽസി ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയോ തപ്പി കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് തപ്പി കടകൾ മുഴുവൻ ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞടക്കായിരുന്നു. ലാസ്റ്റ് എനിക്കൊരു മോഗ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തേടിപ്പോയത് വേറെ ഒന്നായിരുന്നെങ്കിലും കിട്ടിയത് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു. ആരും കഴിക്കാത്തോണ്ട് ഞാൻ കഴിക്കണം. ഇഷ്ടായി നല്ല മാങ്ങ. കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഷുഗർ കട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ശരി, പ്രത്യേകിച്ച് വികാരോ വിചാരം. ഐ ഹാവ് ടു ഫിനിഷ് ദിസ്, കാരണം എന്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചത് തീർക്കണം. അത് എൽസാരുടെ ഇഷ്ടത്തിന് എൽസ മേടിച്ചത്, അതുകൊണ്ട് എൽസ ഫുള്ള് തീർത്തു. ഗുഡ് ഗായ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെയും തിന്നാൻ പോയി ഗൈസ്. ഇതൊരു ബൊഫയാണ് കേട്ടോ, ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ 15 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ ഒരാൾക്ക്. ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാം. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പിന്നെയും എടുത്ത് കഴിക്കാൻ തോന്നില്ല. ഒറ്റ തവണത്തേക്കുള്ളതേ ഉള്ളൂ. പക്ഷേ ചൈനയിൽ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നെടുകഷ്ണം തിന്നണം എന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചൈനീസ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ. കുഴപ്പമില്ല ഫുഡ്, പക്ഷേ ഇങ്ങനെ ബൊഫേ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മൾ ഒരു വട്ടേ കഴിക്കുകയുള്ളൂ, അത് പിന്നെയും എടുത്ത് കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഒന്നുമില്ല. ഒറ്റ വട്ടം ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അൽസ? കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു സ്റ്റൈലായതുകൊണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കയറിയത്, അത് വേറെ കാര്യം. അൽസ സമ്മതിക്കും അൽസ എന്തിനാ മസാജിന് വിടാൻ? തേങ്ങയാണ് അൽസ സമ്മതിക്കില്ലേ? ചേട്ടൻ പെണ്ണിന് പെണ്ണ്. ഓ അങ്ങനെ. എത്ര പേരുണ്ട് കപ്പിൾ മസാജ്? 15 പൗണ്ട്, നാട്ടിൽ 1500 രൂപ. പക്ഷെ 15 പൗണ്ടിനുള്ള ഒന്നുമല്ല. അധികം തിന്നാൻ പറ്റില്ല ഫുഡ്, അതാണ് പ്രശ്നം. എന്നെ കമന്റ് അടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ പിച്ചമ്മയും പറഞ്ഞിട്ട് പറഞ്ഞാണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കൊന്നും ഭാഷ അറിയാത്തതൊന്നും കുഴപ്പമില്ല.
എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചൈന ടൗൺ എല്ലാം കണ്ട് ഞങ്ങള് തിരിച്ച് ട്രെയിൻ കയറാൻ പോവാം. മസാജ് ആണെന്ന് മസാജ് ഇവിടെ കൊറേ മസാജ് സെന്ററുകളുണ്ട്. ചുമ്മാ കേറി നോക്കാന്ന്. സ്പാ സിനിമ കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി. അതെല്ലാം. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ട്രെയിൻ കയറാൻ പോവാണ് തിരിച്ച്. ഞാൻ കാൻറ്റർബറിയിലേക്ക്, ഇവർ ഷില്ലിംഗ്ഹാമിലേക്ക്. ഇല്ല ഞാൻ വന്നില്ല. എനിക്ക് പോണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. നമുക്ക് ബ്യൂട്ടി പാർലർ പോവാം. എനിക്കൊരു ഹെഡ് പറഞ്ഞ് പ്രലോഭിക്ക് എൽസ. ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലർ പോകണം. ഹെഡ് മസാജിനെ വരുന്നുണ്ടെങ്കിൽ വായോ. ഹെഡ് മസാജ് ഹെഡ് പോവാണോ എൽസ എന്നെ വിട്ടിട്ട്? ഡയലോഗ് കേട്ടതൊന്നുമില്ലേ? ഭയങ്കരമായിട്ട് കോമഡി ചപ്പ് കൊടുക്കില്ല. ഇനി ഞങ്ങള് കോണ്ടാക്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ പോണം. അല്ല, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും അങ്ങോട്ട് വരും. അവിടെ സാധനങ്ങൾ അവിടെ ഇരിക്കണ്ടേ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഒടുക്കത്തെ തലവേദനയായിരുന്നു. റൂമിന്റെ ഉള്ളിലിരുന്ന ഡിപ്രഷൻ, പുറത്തിറങ്ങിയ മൈഗ്രെയിൻ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ശരി ഗൈസ്, ഞാൻ പോയി കിടന്നിറങ്ങാൻ പോവാം. ബൈ.